ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലെ നമ്മുടെ നാഷണൽ സിനിമ ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നലെ 99 രൂപയ്ക്ക് PVRൽ സിനിമയൊക്കെ ചില സിനിമകളൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ആൻഡ് താങ്ക്സ് ടു PVR. അതുകൊണ്ട് ഞാൻ ഒരു കിട്ടില്ല സിനിമ കണ്ടു. പടത്തിൻ്റെ പേര് ഞാൻ പറയാം, ബാഡ് ബോയ്സ് എന്നാണ് പടത്തിൻ്റെ പേര്. നമ്മുടെ ഒമർ ലുല്ലു ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. പ്രൊഡ്യൂസറിൻ്റെ പേര് എടുത്തു കാണാം. പ്രൊഡ്യൂസ്ഡ് ബൈ നമ്മുടെ ആരുടെ എബ്രാഹാം മാത്യു, അങ്ങനെ പറഞ്ഞൊരു പുള്ളിയാണ്. ഇതിൽ കുറേ നടന്മാരുണ്ട്, ഇഷ്ടംപോലെ നടന്മാരുണ്ട്. ആൻഡ് എല്ലാവർക്കും ആ കൊടുത്തിരിക്കുന്ന ഒരു ക്യാരക്ടർ അവർ കിഡിലായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് അങ്ങനെ കേട്ടോ പേഴ്സണലി തോന്നിയത്. നമ്മുടെ റഹ്മാനുണ്ട്, പിന്നെ അവരുടെ ബിവിൻ ജോർജ്, മറ്റേ ചാലക്കുടിക്കാരൻ ചങ്ങാതി, ആൻസം പോള്, ഇവർ 4 പേരാണ് ലീഡ് പറഞ്ഞത്. പിന്നെ പിഷാരടി ചേട്ടൻ, സൈജു കുറുപ്പ്, ഹരിശ്രീ അശോകൻ ചേട്ടൻ, പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ താരങ്ങളായ അശ്വന്ത് കോക്ക്, പിന്നെ സന്തോഷ് വർക്കി, അലിൻ ജോസ് പെരേര തുടങ്ങി അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ. നമ്മൾ വിചാരിക്കണം ധ്യാൻ ശ്രീനിവാസ്, എൻ്റെ ദൈവമേ, ഒരു കിട്ടില്ല റോള്, ഒരു പോലീസ് റോള്, ഇതുവരെ ആരും ചെയ്യാത്ത രീതിയിലുള്ള ഒരു പോലീസ് റോള്. നമ്മുടെ പഴയ എന്താ പറയുക, ശ്രീനിവാസൻ ചേട്ടനൊക്കെ ചെയ്ത നമ്മുടെ പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, ആ റേഞ്ച്, അതിനെക്കാട്ടും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പുള്ളി ഒരു റോള് കിട്ടില്ലായിട്ട് ചെയ്തിട്ടുണ്ട്. വാട്ട് എ പ്രൊഡക്ഷൻ ബ്രോ. എനിക്ക് അങ്ങനെയാണ് ചോദിക്കേണ്ടത്. പിന്നെ ഈ സിനിമയ്ക്ക് കാണണമെന്ന് തോന്നിക്കാനുള്ള കാരണം, ഞാൻ ആദ്യം വിചാരിച്ചില്ല ഇത്ര അടിപൊളി പടമായിരിക്കും എന്ന് വിചാരിച്ചല്ല ഞാൻ പോയത്. ഇന്നലെ 2 ദിവസം മുമ്പ് എന്താണ് നമ്മുടെ ഒരു പ്രമുഖ മൂവി റിവ്യൂവർക്കെതിരെ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ പച്ചയ്ക്ക് തെറി വിളിക്കുന്നുണ്ടായിരുന്നു. പുള്ളി നെഗറ്റീവ് പറഞ്ഞതിൻ്റെ കേസ് കെട്ടിൽ പുള്ളി എന്താ പറയുക, ഇങ്ങനെ ഭയങ്കര തെറി പറഞ്ഞു, വീഡിയോ ഒക്കെ റിമൂവ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുള്ളി പ്രൊഡ്യൂസർ അങ്ങനെ പറയണമെങ്കിൽ പടം നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പോയി കണ്ടത്. ഞാൻ റിവ്യൂവർ ബ്രോ, എനിക്കറിയാം, പേഴ്സണലി എനിക്ക് പുള്ളിനെ അറിയാം. മച്ചാനെ, നിങ്ങൾ കാണിച്ചത് ശുദ്ധ പോക്കിരിത്തരമായി പോയി, അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യാനേ പാടില്ല. മര്യാദയ്ക്ക് അത് മാറ്റിയിട്ട് നല്ലത് കേട്ടോ. കാരണം എനിക്ക് പടം ഇഷ്ടപ്പെട്ടു, എനിക്ക് കിഡിലായിട്ടാണ് തോന്നിയത്. അപ്പോൾ നിങ്ങളും അത് ഇഷ്ടപ്പെടണം, മനസ്സിലായില്ലേ? അതാണ് സംഭവം. ആൻഡ് പിന്നെ പാട്ടുകളായാലും മ്യൂസിക്കുകളായാലും ഫൈറ്റ് സീക്വൻസസ് ആയാലും ഇതൊരു കുറേ പേരൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഒരു സ്പൂഫ് പടം പോലെ തോന്നി എന്നൊക്കെ. കാരണം അവിടെ നിന്നൊക്കെ സ്പൂഫ്, എന്തോ സ്പൂഫ് പടേ. ബാബു ആന്റണിയൊക്കെ പടത്തിലുണ്ട്, എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ല. 90s നമ്മൾ കണ്ടതൊന്നുമല്ല, ഇതാണ് ബാബു ആന്റണി. മറ്റേ നഞ്ചക്സ് ഒക്കെ വെച്ചു കിട്ടില്ല സാധനം. ഫൈറ്റ് കൊറിയോഗ്രാഫി ആണെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ബാല ഇടയ്ക്ക് വരുന്നുണ്ട്, പുള്ളി ഒരു കിട്ടില്ല റോള് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഇഷ്ടം പോലെ പേരൊക്കെ ഉണ്ട് പടം നിറച്ചിരിക്കണം. പിന്നെ ഒരു ഇതിലെ മെയിൻ നടിയുണ്ട്, നമ്മുടെ ടിനി ടോം ഉണ്ട്, പിന്നെ ആരുടെ മറ്റേ ഇങ്ങനെ ഡ്രാക്കുള ഉണ്ണിയുണ്ട്. അങ്ങനെ ഇത്ര അടിപൊളി നടന്മാരൊക്കെ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഒരു സിനിമ മോശമാവുന്നത്? എൻ്റെ ചോദ്യം നിങ്ങളോടാണ്, എങ്ങനെയാണ് ഒരു സിനിമ മോശമാവുന്നത്? ഇത്രയും അടിപൊളി നടന്മാരെയൊക്കെ വെച്ച് ഇത്ര ഒരു ഫൺ മോഡ് പടം വേറെ എവിടെ കാണാൻ പറ്റും? ഹോളിവുഡ് റേഞ്ചിലാണ് പടം എടുത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഫൈറ്റ് സീക്വൻസസ് കാണാൻ തന്നെ നമുക്ക് അവസാനം രോമാഞ്ചമാണ് വന്നത്, രോമാഞ്ചം. ഒരു രക്ഷയില്ല. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു, നിങ്ങളും ഇഷ്ടപ്പെട്ടോളാം. ഓക്കെ, ആ പ്രൊഡ്യൂസർ ഏട്ടനൊക്കെ ഭയങ്കര ഇതായി പോയി, ഇങ്ങനെ ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞപ്പോൾ. കാരണം ഇങ്ങനത്തെ റേഞ്ച് പടമൊക്കെ വേറെ എവിടെ കിട്ടൂടെ കാണാനായിട്ട്? എനിക്കറിഞ്ഞൂടെ, ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു പടമേ കണ്ടിട്ടില്ല. ഇത് ഒരു ഫ്രഷ് സാധനമായിരുന്നു, മാസ് മസാല എൻ്റർടൈനർ, തിമിർത്തു കിടുക്കി. ഇതിൽ റൊമാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, കോമഡി ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെന്താണ് ഇഷ്ടപ്പെട്ട? എല്ലാവരും വേഗം പോയി പടം കണ്ടാണല്ലോ, കേട്ടില്ല? ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. 10 on 10. തീ പടം, മാസ് പടം, വിഷയ പടം.